ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡ് ഇനി മേജർ സൈനിങ്ങുകൾ ഒന്നും തന്നെ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ നടത്താൻ സാധ്യതയില്ല. പക്ഷേ ചില യുവതാരങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് സെർജിയോ മാർട്ടിനസ്. നമുക്കറിയാം, റേസിങ്ങിന് വേണ്ടി കളിക്കുന്ന മധ്യനിര താരമാണ് ഇദ്ദേഹം റയലിലേക്ക് വരും എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ ചെറിയ ചില സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത്, ഒരു വർഷം റയലിൻ്റെ യൂത്ത് ടീമായ കാസ്റ്റില്ലയിൽ കളിക്കാൻ ഇദ്ദേഹത്തോട് ക്ലബ്ബ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിന് അദ്ദേഹം തയ്യാറല്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. റേസിങ്ങിന് വേണ്ടി കളിക്കുന്ന ഈ താരം നേരെ റയലിൻ്റെ സീനിയർ ടീമിലേക്ക് വരാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ ചെറിയ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ESPNൻ്റെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ റോഡ്രയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓസ്കാർ നാസി എന്ന യുവതാരം ഇപ്പോൾ റയൽ മാഡ്രിഡിലേക്ക് എത്തുകയാണ്. അതിൻ്റെ തൊട്ടരികിലാണ്, ആ സൈനിങ് പൂർത്തിയാകുന്നതിൻ്റെ തൊട്ടരികിലാണ് റയൽ മാഡ്രിഡ് ഉള്ളത് എന്നാണ് ഇപ്പോൾ റോഡ്ര റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 21 വയസ്സുള്ള യുവതാരമാണ് ഓസ്കാർ നാസി. ഇദ്ദേഹം ഗാന താരമാണ്. സെൻറ്റർ ബാക്ക് ആയിക്കൊണ്ടും റൈറ്റ് ബാക്ക് ആയിക്കൊണ്ടും ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താം. നല്ല ഉയരമുള്ള ഒരു താരമാണ് ഇദ്ദേഹം. എടുത്തു പറയേണ്ട കാര്യം, ഗ്രനാഡയ്ക്ക് വേണ്ടി സമീപകാലത്ത് മികച്ച പ്രകടനം 21 വയസ്സുകാരനായ ഈ താരം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഓസ്കാർ നാസിയെ ഇപ്പോൾ സ്വന്തമാക്കുന്നത്. പക്ഷേ സീനിയർ ടീമിലേക്കല്ല അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്, മറിച്ച് കാസ്റ്റില്ലയിലായിരിക്കും അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ മികവ് പുലർത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സീനിയർ ടീമിലേക്ക് വരാൻ സാധിക്കും. റയോ വല്ലക്കാന ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം റയലിലേക്ക് വരാനാണ് ഇപ്പോൾ ഒരുക്കമായിട്ടുള്ളത് എന്നാണ് റോഡ്ര പറഞ്ഞിട്ടുള്ളത്. ഗാനയുടെ ദേശീയ ടീമിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. ഏതായാലും ഒരു മികച്ച താരമാണ്. അദ്ദേഹത്തെയാണ് റയൽ ഇപ്പോൾ സൈൻ ചെയ്യാനിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.